ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ് പാർട്ടി രംഗത്ത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഒരക്ഷരം പോലും മോദി മിണ്ടുന്നില്ല. അദ്ദേഹം നയതന്ത്രത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന ആരോപണമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണമായി ഉന്നയിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ കഥയറിയാതെയാണ് കടുത്ത ഭാഷയിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഇവിടെ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതെന്നും മാത്രമല്ല ഇന്ത്യയെ കൂടുതൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നതെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും രാഹുൽ ഗാന്ധി വിളിച്ചു കൂവുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ മോദി സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ ഈ പ്രശ്നം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ഉപകരണമായി തന്നെ രാഹുൽ ഗാന്ധി അതിനെ എടുത്തു കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അക്ഷീണം തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ എണ്ണ വിതരണം അപകടത്തിലാണ് എന്നും നമ്മുടെ ഇറക്കുമതിയുടെ 40% ഹോർമോസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. LPG-യുടെയും അതേപോലെ തന്നെ LNG-യുടെയും ഒക്കെ സ്ഥിതി ഇതിലും മോശമാണ് എന്നും അത്തരമൊരു സമയത്ത് നമുക്ക് ശക്തമായ ഒരു കൈ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ച് ഒരു വിട്ടുവീഴ്ചക്കാരനായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന ഒരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധി തന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാകട്ടെ കൂടുതൽ വിപരീതമായ രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ വരാൻ ഇടയാക്കുമെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പറയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകം അസ്ഥിരമായ ഒരു ഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. സമുദ്ര മേഖലയിൽ വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഇന്ത്യയുടെ എണ്ണ വിതരണം അപകടത്തിലാണ് എന്നും നമ്മുടെ ഇറക്കുമതിയുടെ 40% ഹോർമോസ് കടലെടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. ആയതിനാൽ തന്നെ ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ മോശമായി തന്നെ, അതായത് കൂടുതൽ മോശമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നതായും രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. കൂടാതെ തന്നെ അമേരിക്ക ഇറാൻ യുദ്ധത്തെക്കുറിച്ച് മോദി ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ മുങ്ങിയത് സംഘർഷത്തെ ഇന്ത്യയുടെ പടിവാതിൽക്കൽ എത്തിച്ചുവെന്നും അതേസമയം ഇറാൻ US സംഘർഷത്തിനിടയിൽ പോലും 8 ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് എല്ലാം തന്നെ മൗനം പാലിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അഴിച്ചുവിടുന്നത്. ഭാരതത്തെ കൂടുതൽ അപകടത്തിലാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന ഒരു തെറ്റായ പ്രചരണമാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ തന്നെ ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത്. അവിടെ താമസിക്കുന്ന 9 ദശലക്ഷം ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന് ആവശ്യകത പോലും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറയുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകാൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമം നടത്തുകയാണ് ചെയ്തത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വവുമായുള്ള ചർച്ചകൾ പ്രാദേശിക സ്ഥിരത, ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കൽ, ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ പോലും ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയ്ക്ക് ഇന്ത്യ നൽകുന്ന ഉയർന്ന മുൻഗണന ഈ ഉന്നതതല ബന്ധങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ് എന്നതും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഇത്രയധികം കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിലൂടെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.